തൃപ്പൂണിത്തുറയിൽ 15 വയസ്സുകാരൻ മിഹിറിന്റെ ആത്മഹത്യയിൽ പുത്തൻകുരിശ് പോലീസും അന്വേഷണം തുടങ്ങി. റാഗിംഗ് പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യാതെയാണ് അന്വേഷണം. മിഹിറിന്റെ സഹോദരന്റെ മൊഴി രേഖപ്പെടുത്തി. സ്കൂൾ മാനേജ്മെന്റിന്റെയും കുട്ടികളുടെയും മൊഴി ഉടൻ രേഖപ്പെടുത്തും. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, ഈ കുടുംബം ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പരാതി ഈ കുട്ടി മിഹിർ 15 വയസ്സുള്ള മിഹിർ അതിക്രൂരമായ റാഗിംഗ് ഇരയായിട്ടുണ്ട് എന്നതാണ്. അതിൽ കേസ് രജിസ്റ്റർ ചെയ്യാതെ അന്വേഷണം നടത്താനുള്ള സാഹചര്യം എന്താണ്? ശ്രീജ, ഇതൊരു ഹീനിയസ് ക്രൈമിൻ്റെ വിഭാഗത്തിൽ പെടാത്തത് കൊണ്ടാണ് കേസ് രജിസ്റ്റർ ചെയ്യാതെയുള്ളൊരു അന്വേഷണത്തിലേക്ക് പോകുന്നത്. അത് മാത്രവുമല്ല, കുട്ടികൾ പ്രായപൂർത്തിയാകാത്തവരാണ്. അതുകൊണ്ടാണ് ആ ഒരു രീതിയിലേക്ക് പോകുന്നത്. അതിൽ ചെയ്യുന്നത് ഈ കേസിൽ അന്വേഷണം രജിസ്റ്റർ ചെയ്യാതെ അന്വേഷണം നടത്തി ആ റിപ്പോർട്ട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിനെ കൈമാറുക. അതാണ് അതിൻ്റെ ഒരു രീതി. അങ്ങനെ കൈമാറാനാണ് ഒരു നിർദ്ദേശമായിട്ട് വന്നിരിക്കുന്നത്. ആ രീതിയിൽ മാത്രമാണ് അത് ചെയ്തു പോകാൻ കഴിയുക. സ്കൂൾ നിലനിൽക്കുന്ന പ്രദേശം പുത്തൻകുരിശ് പോലീസിൻ്റെ പരിധിയിൽപ്പെടുന്നത് കൊണ്ടാണ് പുത്തൻകുരിശ് പോലീസ് ഈ കേസിൽ ഇങ്ങനെ ഒരു അന്വേഷണം നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അവരെ കഴിഞ്ഞ ദിവസം ഇവരുടെ കുടുംബാംഗങ്ങളുടെ അടക്കമുള്ളൊരു മൊഴി രേഖപ്പെടുത്തുന്നതിലേക്ക് പോയിട്ടുള്ളത്. സ്കൂളുകളുടെ അധികൃതരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യും. അതിൻ്റെ ഒരു നടപടിക്രമങ്ങളാണ് ഈ രീതിയിലുള്ളത്. ഇങ്ങനെ അന്വേഷണം കേസ് രജിസ്റ്റർ ചെയ്യാതെ പ്രായപൂർത്തിയാകാത്തതിനാൽ ഹീനിയസ് ക്രൈമിൻ്റെ വിഭാഗത്തിൽപ്പെടുത്തി അന്വേഷണം നടത്താനായിട്ട് സാധിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഈ രീതിയിലുള്ളൊരു അന്വേഷണം നടത്തി ആ റിപ്പോർട്ട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിനെ കൈമാറുക. തുടർന്ന് അവരാണ് നടപടി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ശുപാർശ ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുക. എന്തായാലും ആ ഒരു ഘട്ടത്തിൽ, അതായത് റാഗിംഗ് സംബന്ധിയായ കാര്യങ്ങളിൽ പുത്തൻകുരിശ് പോലീസ് ഈ രീതിയിലുള്ളൊരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഒപ്പം തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് അവരുടെ നേതൃത്വത്തിലുള്ളൊരു അന്വേഷണം, ഇതിൻ്റെ 10 അംഗ അന്വേഷണ സംഘം അങ്ങനെ രൂപീകരിച്ചിട്ടുള്ള അവരുടെ വിഭാഗത്തിൽ മറ്റൊരു അന്വേഷണവും കൂടി സമാന്തരമായിട്ട് തന്നെ ഇതിൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിലെ ഒരു ദുരൂഹത അടക്കമുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള വീഴ്ച അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ ഇപ്പോൾ സമാന്തരമായിട്ടുള്ളൊരു അന്വേഷണങ്ങളാണ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇതിൽ അന്വേഷണം നടത്തിക്കൊണ്ട് പോകുന്നത്. അതിൻ്റെ റിപ്പോർട്ട് 3 ദിവസത്തിനകം തന്നെ സമർപ്പിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. അങ്ങനെ വിവിധ തലങ്ങളിലുള്ള അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് വളരെ ഗൗരവതരമായിട്ട് തന്നെ ഇത് അധികൃതർ സമീപിക്കുന്നു എന്നതാണ്. പോലീസായാലും അതോടൊപ്പം തന്നെ സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ നിർദ്ദേശിച്ച പ്രകാരമുള്ള അന്വേഷണങ്ങൾ ഗുരുതര സ്വഭാവം എന്ന് തന്നെ കണ്ടുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സ്കൂളുകൾക്കെതിരെയുള്ള ഒരു നടപടി എന്ന സൂചനയിലേക്ക് അടക്കം കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. പ്രത്യേകിച്ച് മതിയായ രേഖകൾ അവർക്ക് സമർപ്പിക്കാൻ നിശ്ചിത സമയത്തിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അവർ സിറ്റിങ്ങിന് വിളിച്ച സമയത്ത് ഇതെല്ലാം നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ അന്ന് അതിനെക്കുറിച്ച് തീർത്തും അവ്യക്തമായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതെല്ലാം തന്നെയും ശ്രദ്ധയിൽപ്പെടുകയും അതൊരു റിമാർക്കായി മാറുകയും എല്ലാം ചെയ്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇതെല്ലാം റിപ്പോർട്ടിൽ കൂടി പ്രതിഫലിക്കും എന്നുള്ള സൂചനകളാണ് ശക്തമായിട്ടുള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ ശക്തമായ നടപടികളിലേക്ക് നീങ്ങുന്നു എന്നത് തന്നെയാണ്. ഇതിൽ സ്കൂൾ അധികൃതരുടെ മൊഴി വിവിധ തലങ്ങളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പും അതോടൊപ്പം തന്നെ 2 പോലീസ് സ്റ്റേഷനുകളും രേഖപ്പെടുത്തും. അതിനുശേഷം കുട്ടികളുടെ കാര്യങ്ങളിലേക്ക് കടക്കുന്നത് ഇതിൽ ഒരു 3ഓളം ഗ്രൂപ്പുകളുണ്ട് എന്ന് മിഹിറിൻ്റെ അമ്മ മൊഴി നൽകിയിരുന്നു. അതിൽ ചില ആളുകളുടെ പേരുകൾ എടുത്ത് പറയുകയും ചെയ്തിരുന്നു. അവരിലേക്ക് അവരുടെ മൊഴി കൂടി രേഖപ്പെടുത്തേണ്ടതുണ്ട്. നിലവിൽ അതിന് ഇപ്പോഴുള്ള ഒരു രീതി എന്ന് പറയുന്നത് അവരുടെ ഒരു പഠനം കാര്യങ്ങൾ നടക്കുകയാണ്, പരീക്ഷ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നു. അപ്പോൾ അതിനുശേഷം അവരിലേക്ക് എന്ന രീതിയിലാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘം ചെന്ന് നിൽക്കുന്നത്. എന്തായാലും ആ രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതോടൊപ്പം തന്നെയാണ് മറ്റ് 2 അന്വേഷണവും സമാന്തരമായിട്ട് തന്നെ നീങ്ങുന്നത്. അത്യന്തം ഗൗരവതരമായിട്ട് തന്നെ ഇതിൽ സർക്കാരും പോലീസും എല്ലാം തന്നെ ഇതിൽ ഇടപെടുന്നു, പൊതുവിദ്യാഭ്യാസ വകുപ്പും ഇടപെടുന്നു എന്നത് തന്നെയാണ്. ഒടുവിൽ ചേർത്തിരിക്കുന്നത് ഇപ്പോൾ പുത്തൻകുരിശ് പോലീസ് കൂടി ഇതിൽ അന്വേഷണത്തിലേക്ക് വന്നിരിക്കുന്നു. ശരി ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നിന്ന് പുത്തൻകുരിശ് പോലീസും ഇപ്പോൾ ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. എന്തായാലും ഗുരുതരമായ ആരോപണങ്ങൾ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. അതിൽ പക്ഷേ കേസ് രജിസ്റ്റർ ചെയ്യാതെ ആദ്യഘട്ടത്തിൽ വിവരങ്ങൾ ശേഖരിക്കുകയാണ് ഇപ്പോൾ പോലീസ്. മറ്റു വാർത്തകൾ